ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് വന്നിട്ടുണ്ട്. ആ അക്കൗണ്ടിൻ്റെ പേര് ഗതി സേവിങ്സ് അക്കൗണ്ട് എന്നാണ്. നമുക്ക് ഈ അക്കൗണ്ട് കസ്റ്റമേഴ്സിന് 100 രൂപയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, അതേപോലെ തന്നെ ഫിനോ പേ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. 100 രൂപയിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിൽ ഡെബിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കില്ല. ഇനി കസ്റ്റമർക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 299 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 299 രൂപയും പ്ലസ് 100 റുപ്പീസാണ്. അപ്പോൾ ടോട്ടൽ 399 രൂപയായിരിക്കും ഡെബിറ്റ് കാർഡും അക്കൗണ്ടിനും കൂടിയിട്ടുള്ള തുക. ഇനി കസ്റ്റമേഴ്സിന് ഡെബിറ്റ് കാർഡ് വേണ്ട, വെറും അക്കൗണ്ട് മതി എന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. പിന്നെ റീറ്റെയിലേഴ്സിനുള്ള ഇതിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 100 രൂപയ്ക്ക് മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് പെർ അക്കൗണ്ടിൽ 10 രൂപ വെച്ച് കമ്മീഷൻ കിട്ടും. അതുമാത്രമല്ല, ഇനി അതിൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിലൊരു 30 രൂപ അഡീഷണൽ കമ്മീഷനും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 40 രൂപയായിരിക്കും കമ്മീഷൻ കിട്ടുക. ഡെബിറ്റ് കാർഡും അക്കൗണ്ടും രണ്ടും കൂടിയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാത്രം 40 രൂപ കിട്ടുള്ളൂ. ഇനി ഡെബിറ്റ് കാർഡ് കൊടുത്തില്ലേ, അക്കൗണ്ട് മാത്രം കൊടുത്തുള്ളൂ 100 രൂപയുടെ, അപ്പോൾ നമുക്ക് 10 രൂപയായിരിക്കും പെർ അക്കൗണ്ടിന് കിട്ടുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 0 ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു 1 ടൈം ചാർജാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ അക്കൗണ്ടിൽ ഇയർലി കൊടുക്കുന്ന കോസ്റ്റ് പോലെ തന്നെ ഇതിൽ ക്വാർട്ടർലി ആണ് ഇതിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്ത് പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ വെച്ചിട്ടാണ് 3 മാസം കൂടുമ്പോൾ ചാർജസ് കട്ട് ചെയ്ത് പോകുന്നത്, അക്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ ചാർജ്. അപ്പോൾ നമുക്ക് ഇയർലി ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 200 രൂപയായിരിക്കും. പിന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് കൊടുത്തില്ല, 100 രൂപയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവർക്ക് ഗൂഗിൾ പേ, ഫോൺ പേ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ആധാർ കാർഡ് വഴിയല്ലേ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ മൊബൈൽ നമ്പറിൽ OTP അയച്ചിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ അടിച്ചിട്ട് ബാങ്ക് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ ആധാർ നമ്പറിൽ രജിസ്റ്റേർഡ് ആയ മൊബൈൽ നമ്പറിലേക്ക് OTP പോവും. ആ OTP അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം.